കർത്താവേ, സ്നേഹം നിറഞ്ഞ ദൈവമക്കൾക്കെല്ലാം വേഗപരന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും അതെ, നമ്മൾ ഒരു കുടുംബമാണ്. നമ്മൾ ഒരു ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മുടെ ഭാഗത്ത് അന്യോന്യമൊക്കെ ഭാഗപ്പിഴകളും വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ സത്യം നമ്മൾ ഒരു കുടുംബമാണെന്നുള്ള വെളിപ്പാടിൽ നമുക്ക് ദൈവത്തെ സേവിപ്പാൻ ഇടയായി തീർന്നു. നമ്മളിന്ന് വായിച്ചത് റോമാലേഖനം 5-ാം അധ്യായമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചത് റോമാലേഖനം 4-ാം അധ്യായമാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും 3-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറി. എന്താണ് അതിൽ നിന്ന് കണ്ടത്? നമ്മൾ മനസ്സിലാക്കിയത് ധാർമ്മികരായ മനുഷ്യർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ന്യായപ്രമാണവാദികളായ യഹൂദന്മാർക്ക് ദൈവത്തിൻ്റെ നീതി കിട്ടുന്നില്ല. ഒരു ജാതികളായ ഒരു മനുഷ്യർക്കും ദൈവത്തിൻ്റെ നീതി കിട്ടുന്നില്ല. എല്ലാവരും പാപത്തിൻ്റെ കീഴെ അടയ്ക്കപ്പെട്ടു. ദൈവം വെച്ച വ്യവസ്ഥ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടേണ്ടതിന് തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വിശ്വസിക്കുന്നവർക്ക് തൻ്റെ പുത്രൻ മുഖാന്തരം നീതി കിട്ടേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു. അത് തന്നെ ഒന്ന് വിശ്വസിച്ച ഒറ്റ കാരണത്താൽ. എന്നിട്ട് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണോ പ്രവൃത്തിയാലാണോ? അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ലെന്ന് വേദപുസ്തകം തെളിയിക്കുന്നു. അബ്രഹാം ചെയ്ത പ്രവൃത്തിയൊന്നുമല്ല ദൈവം നോക്കിയത്, വിശ്വാസമാണ് നോക്കിയത്. ദാവീദ് പാപക്ഷമയെ വർണ്ണിക്കുന്നത് എങ്ങനെയാണെന്ന് വായിച്ചു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ. പാപം ചെയ്യാത്തവനല്ല, ലംഘനമില്ലാത്തവനല്ല ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ഈ ദൈവിക വെളിപ്പാടിൽ 4-ാം അധ്യായം പറഞ്ഞിട്ട് പറയാം, അബ്രഹാം എന്താ വിശ്വസിച്ചത്? അബ്രഹാം പരിച്ഛേദനയിലാണോ വിശ്വസിച്ചത്? അഗ്രചർമ്മത്തിലാണോ വിശ്വസിച്ചത്? അബ്രഹാം വിശ്വസിച്ചത് അഗ്രചർമ്മത്തിൽ വെച്ചാണ്. അതാണ് വിശ്വാസത്തിൻ്റെ നീതി. എന്താണ്? അഗ്രചർമ്മത്തിലുള്ള സകല ജാതികൾക്കും നീതി കിട്ടേണ്ടതിനാണ് ദൈവം അവനെ നീതീകരിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു റോമാലേഖനം ഈ ആഴ്ച വരുമ്പോൾ നിങ്ങളെന്താ ഒരു 10 പ്രാവശ്യം ആഴ്ച വായിക്കണം. റോമാലേഖനം 10 പ്രാവശ്യം, 1 മണിക്കൂറെങ്കിലും റോമാലേഖനം മാത്രം ഒരു 10 പ്രാവശ്യം വായിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ വായിച്ചു ഇങ്ങനെ നിർത്താമോ? കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. അനുസരണമില്ല. ഞങ്ങൾക്ക് അറിയില്ല, എൻ്റെ നല്ല കാര്യമല്ലേ. ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു പൊത്തുവരുത്തമായ ജീവിതം ഇങ്ങനെ ചത്തഞ്ഞ ജീവിക്കാനൊക്കെ ആണെങ്കിൽ അയക്കും. അങ്ങനല്ല. ഈ ആഴ്ചയിൽ പറയുന്നു, എല്ലാ ആഴ്ചയിലും റോമാലേഖനം മുഴുവനും 16 അധ്യായമേ ഉള്ളൂ. 1 മണിക്കൂർ വേണ്ടത് വായിക്കാൻ. നിങ്ങൾക്ക് റോമാലേഖനം 10 പ്രാവശ്യം ഒന്ന് വായിക്കാൻ കഴിയണം. ദൈവം സഹായിക്കട്ടെ. ഞാൻ നിങ്ങളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചത് 5-ാം അധ്യായമാണ്. 5-ാം അധ്യായം ഇതുവരെ പറഞ്ഞു വരുന്നത് നീതീകരണം എങ്ങനെയാണ് എന്ന് പറഞ്ഞു വരിക. ഇപ്പൊ ഈ 5-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? നീതീകരിക്കപ്പെടുന്നതിൻ്റെ ഗുണം എന്താണെന്നുള്ളതാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് വെച്ചെന്നാൽ കൃപാസനത്തിങ്കൽ അതിധൈര്യത്തോടെ ചെല്ലാം. നീതീകരണമെന്ന് പറയുന്നത് വിശ്വാസത്താലാണ്, പ്രവൃത്തിയാലല്ല. നീതീകരണം കിട്ടിയ ഒരാൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അത് നമ്മുടെ വീട്ടിലെ സമാധാനമാണോ? അല്ല. നമ്മുടെ ദേശത്തിലെ സമാധാനമല്ല. കർത്താവ് പറയുന്ന ദൈവത്തോട് സമാധാനം. ഇന്നത്തെ മനുഷ്യന് ദൈവത്തോട് സമാധാന ബന്ധമില്ല. അതെങ്ങനെ അറിയാൻ പറ്റും? അപ്പനോട് സമാധാനമില്ലെന്ന് വിചാരിച്ചോ.
ഭാര്യയോട് സമാധാനമില്ല. നിങ്ങളെന്ത് ചെയ്യും? വന്ന ഉടനെ ഭാര്യയോട് വേണം, നിങ്ങൾ മറ്റു കാര്യങ്ങൾ വ്യാപൃതരാകും. ഭാര്യയുമായിട്ടുള്ള ബന്ധം വിള്ളൽ വന്നു, അപ്പനുമായിട്ടുള്ള ബന്ധം വിള്ളൽ വന്നു. ഇപ്പം എന്ത് ചെയ്തു? ദൈവവുമായിട്ട് സമാധാനമുണ്ടായോ? ഒറ്റ വാക്കിൽ എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ. നിങ്ങളും നിങ്ങളുടെ അപ്പച്ചനുമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ആ മുഖാമുഖം നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ആ മാർവിടത്തിൽ ഒന്ന് ചാരിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര നിമിഷങ്ങൾ, എത്ര ദിവസങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കാൻ കഴിഞ്ഞു? നീതീകരിക്കപ്പെട്ടെങ്കിൽ, നീതീകരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ഞാൻ വിശ്വസിച്ചപ്പോൾ എൻ്റെ പാപങ്ങൾ, എൻ്റെ അധർമ്മങ്ങൾ, എൻ്റെ അകൃത്യങ്ങൾ, എൻ്റെ കൃത്യവിലോപങ്ങളെല്ലാം പുത്രൻ്റെ മേൽ ചുമത്തിട്ട് ദൈവത്തിൻ്റെ നീതിയുള്ള വിധി പുത്രനെ തകർത്ത് കളഞ്ഞിട്ട് പുത്രൻ്റെതെല്ലാം എനിക്ക് തരുന്നത് യോഗ്യത. ഇത് ഒരു ജുഡീഷ്യൽ ആയിരിക്കുന്ന, അതായത് കോടതി ഭാഷയായി നീതീകരണം എന്ന് പറയുന്നത്. വെറുതെ വിട്ട് നമ്മളെ, എന്നിട്ട് എന്ത് ചെയ്തു? പുത്രൻ്റെ സകല സ്വത്തിൻ്റെയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? നിങ്ങൾക്ക് അന്യചിന്തയോടെ ഇരിക്കാൻ പറ്റും? എന്താ നിങ്ങൾ കേൾക്കുന്നത്? ദൈവത്തിൻ്റെ ആ സ്വർഗത്തിലെ നിധിയല്ലേ നിങ്ങൾ? നിങ്ങളുടെ ഹൃദയം എവിടെ പോയി? നിങ്ങളുടെ മനസ്സ് എവിടെയാണ് ശത്രു വശീകരിച്ചു കൊണ്ടുപോകുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വേദന നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ? ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള സകല നിക്ഷേപങ്ങളും പുത്രൻ്റെത്, അവകാശങ്ങളും കൂടെ എൻ്റെ പേർക്ക് എഴുതി തന്നിട്ട് എൻ്റെതെല്ലാം അവൻ്റെ പേർക്ക് എഴുതി കൊടുത്തിട്ട് പുത്രൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷ. അതാണ് ജഡ്ജിയാണ് ദൈവം. പാപിയെ ശിക്ഷിക്കാൻ പറ്റുമോ? എന്നെ കൊന്ന് നരകത്തിൽ തള്ളേണ്ടതിന് പകരം എൻ്റെ ശിക്ഷ മറ്റൊരാൾക്ക് കൊടുത്തു. എന്നിട്ട് യേശുവിലൂടെ എന്നെ രക്ഷിച്ചു. ഇപ്പം ദൈവത്തെ എനിക്ക് അബ്ബാ പിതാവേ. ഞാൻ കഴിഞ്ഞ ദിവസം അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഹൃദയം ഒന്ന് പൊട്ടി. നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നതെന്ന് റോമാലേഖനം പറഞ്ഞെടുത്ത് അവിടെ എഴുതിയിരിക്കുന്നത് ക്രൈ എന്നാണ്. വിളിക്കുക എന്ന് പറയുന്നത്, അതായത് നിലവിളിക്കുക, വെറുതെ വിളിക്കുകയല്ല. ഒരു കൊച്ചു കുട്ടി അമ്മയോട് നിലവിളിക്കുന്നത് പോലെ അപ്പനോട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ ഭാഗ്യ പദവിയാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഒന്ന് കണ്ണു തുറന്നിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയ ഈ നിധി നിങ്ങൾ തള്ളിക്കളയാതെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ, ആ മടിയിൽ ചെന്നും തിരിക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ. ഞാൻ ഒരു കാര്യം പറയാം. ഈ അറിവും കൊണ്ട് നിങ്ങൾ പോയാൽ, ഞാൻ പോയാൽ നരകത്തിലേ പോകും. നിങ്ങൾക്ക് വേണ്ടത് യേശു ജീവനാണ്. ഈ പുസ്തകം ജീവൻ തരുന്ന പുസ്തകമാണ്. ഇതിനകത്തൂടെ ദൈവജീവൻ നിങ്ങൾ പ്രാപിക്കണം. ദൈവജീവൻ അനുഭവിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അകക്കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ പുറത്തെ കണ്ണ് ഈ വചനത്തിന് തുറക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാകത്തില്ല. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണൊന്ന് തുറക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം സഹായിക്കട്ടെ. നീതീകരണം എന്ന ഒറ്റ വിഷയം നമ്മളൊന്ന് മനസ്സിലാക്കണേ മക്കളെ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് ഉത്തരം തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു ദിവസം ദൈവത്തിൻ്റെ അടുത്ത് കണക്ക് കൊടുക്കേണ്ടി വരും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ നീതീകരണം എന്ന് വെച്ചാൽ വിലയുള്ളതാണെന്നിത്. പുത്രന്റെ മേൽ നിന്റെ ശിക്ഷ മുഴുവൻ കൊടുത്തിട്ട് നിന്നെ നീതീകരിച്ചതാണ്. നീതിമാനായെന്ന് നിന്റെ നീതിയല്ല, നമുക്ക് നീതി കിട്ടിയതാണ്. കളഞ്ഞു കുളിക്കരുത്, ഇത് കിട്ടിയതാണ്. എന്നിട്ട് പറയുക, നീതീകരിക്കപ്പെട്ടാൽ ദൈവത്തോട് സമാധാനം. ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ, ഞാൻ എത്ര വലിയ കൊടും പാപമാണ് ചെയ്തെന്ന് വിചാരിച്ചോ, ഞാൻ ഓടിച്ചെന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക. കർത്താവേ, കരുണ വേണം, എനിക്ക് കരുണ വേണം. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണ കൃപാസനത്തിങ്കിൽ നിന്ന് ഒഴുകും. എൻ്റെ പാപങ്ങൾ മുഴുവൻ കഴുകും. നിങ്ങൾ എത്ര വലിയ പാപം ചെയ്തു, കരുണ ഒഴുകി നിങ്ങളെ ശുദ്ധീകരിക്കും.
രണ്ടാമത്തത് തത്സമയത്ത് എപ്പോഴപ്പോൾ കൃപ ഒഴുകി വരും. കൃപ വരുന്നത് എന്തിനാണെന്നറിയാമോ? അബ്ബാപിതാവേ എന്ന് വിളിപ്പിക്കാൻ, പുത്രത്വത്തിന്റെ അവകാശം തരാൻ, ലോകത്തെ ജയിക്കാൻ കൃപ തന്നിട്ടാണ്. നമ്മുടെ യാതൊരു നന്മയുമില്ല അവിടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പച്ചനെ കെട്ടിപ്പിടിക്കാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, കർത്താവുമായിട്ട് ഒന്നിച്ച് നടന്നാൽ, കർത്താവുമായിട്ട് ഒന്നിച്ച് നടക്കുന്നവരാണ് നിങ്ങളെന്ന് ചിന്തിച്ച്, ഞാനും കർത്താവുമായിട്ട് ഒന്നിച്ച് കൈപിടിച്ച് നടക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ്റെ കൂടെ കൈപിടിച്ച് നടക്കുന്ന പോലെ ഞാൻ, അല്ലെങ്കിൽ രാജാവിൻ്റെ കൂടെ കൈപിടിച്ച് നടക്കുന്ന പോലെ ഞാൻ യേശുവും ദൈവവുമായിട്ട് കൈപിടിച്ച് നടക്കുക. എന്തായിരിക്കും ഗുണം? കൈപിടിച്ച് ദൈവത്തോട് സമാധാനമായി, രാജാവിനോട് സമാധാനമായി, കർത്താവുമായിട്ട് ഒന്നിച്ച് കൈപിടിച്ച് നടക്കുക. എന്ത് കിട്ടും നിങ്ങൾക്ക് ഗുണം? നിങ്ങൾക്ക് എന്തായിരിക്കും ഗുണം? അതാണ് ബൈബിൾ പറയുന്നത്. ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ആത്മീയ സമൂഹം പഠിപ്പിക്കുന്നത്, ആത്മീയമെന്ന് പറയുന്ന സമൂഹം പഠിപ്പിക്കുന്നത്, നിന്റെ കടഭാരങ്ങൾ ഇന്ന് തീർന്നു, ഇന്ന് നിന്റെ കണ്ണുനീര് മാറും. ആരുമായിട്ട് നടക്കുന്നത്? മഹാരാജാവായ ദൈവവുമായിട്ട് ഒന്നിച്ച് നടക്കാൻ തുടങ്ങുന്ന ഒരാളോട് ഇന്നത്തെ ഉപദേശിയായി ഞാൻ പറയാ, നിന്റെ ബുദ്ധിമുട്ടല്ല ഇന്ന് തീരും. ഇന്ന് നിന്റെ വീടിന്റെ നിലവാരം മാറും, നിന്റെ കുഞ്ഞുങ്ങളുടെ നിലവാരം മാറും. ഓ, എന്തൊരു സന്തോഷം! നിങ്ങൾ ആത്മാവിലല്ല, നിങ്ങൾ വീട്ടിൽ ജനിച്ചിട്ടില്ല. നിങ്ങൾ കേൾക്കേണ്ട എന്താ? ഈ അപ്പന്റെ കൂടെ നടന്നാൽ അപ്പന്റെ അതേ ദിവ്യ സ്വഭാവം ഈ ദൈവവുമായിട്ട് ഒന്നിച്ച് നടക്കുന്നവന് കിട്ടുന്നത് ദൈവത്തിന്റെ അത്ഭുതങ്ങളല്ല, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവമാണ്. ദൈവവുമായിട്ട് സമാധാനമുണ്ടെങ്കിൽ നിങ്ങളെ ആരെല്ലാം മുഖത്ത് കാർക്കിച്ചു തുപ്പിയാലും തിരിഞ്ഞു നിന്ന് ഇച്ഛപ്പോ എന്ന് പറയത്തില്ല. നിങ്ങൾ ദൈവത്തോട് സമാധാനമുള്ള ഒരു മനുഷ്യൻ നിങ്ങളെ ആർക്കും ആക്ഷേപിക്കാം, നിങ്ങളെ ആർക്കും നിന്ദിക്കാം. നിങ്ങളെ എത്ര നിങ്ങൾ നന്മ ചെയ്തിട്ട് തിന്മ വന്നാൽ നിങ്ങൾ അതിൽ സന്തോഷിക്കും. ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവിടെ നിന്ന് പോകേണ്ടി വരും. അതൊക്കെ പറയണമെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഭൂമിയിലുള്ള ഒന്നുമല്ല. പോട്ടെ അന്യഭാഷയല്ല, പോട്ടെ കൃപാവരങ്ങളല്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റത് എഴുന്നേറ്റത് ആത്മീയതയല്ല. അതല്ല യേശുവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് കിട്ടുന്നത്. അവന്റെ ദിവ്യ സ്വഭാവം. ഇതാണ് നീതീകരണത്തിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് നീതീകരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ പെനിയെ ദൈവസഭയിൽ വരുന്ന ദൈവമക്കൾ, ഇത് അപ്പച്ചക്കുട്ടി പാസ്റ്റർ സഭയാണ്, കർത്താവിൻ്റെ സഭയാണ്. നീതീകരണം എന്താണെന്നൊന്ന് പറയാൻ നിങ്ങൾ ഉത്സുകരായിരിക്കണം. അതിൻ്റെ ഫലം എന്താണ്? അത് കർമ്മമാർഗത്തെ കിട്ടിയതല്ല, പ്രവർത്തി കൊണ്ട് ദശാംശം കൊടുത്തത് കൊണ്ട് കിട്ടിയതല്ല, സഭാഹോള് വെച്ച് കൊടുത്തത് കൊണ്ട് കിട്ടിയതല്ലത്. അത് കൃപയാൽ സൗജന്യമാണ്. ദൈവത്തോട് സമാധാനം. ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ ആരെയും വിളിക്കത്തില്ല, ആദ്യം പാസ്റ്റർ വിളിക്കത്തില്ല, ആദ്യം അപ്പൻ്റെ അടുക്കലേക്ക് നേരെ ചെല്ലും സമാധാനവുമായിട്ട്. ദൈവം നിൽക്കുക, ഒന്നിച്ച് നിൽക്കുക. എന്താ മോനെ നിനക്ക് എന്താ നിന്റെ പ്രശ്നം? എന്താ? ഓടിവാ ഓടി അങ്ങോട്ട് ചെന്ന്. ഞാൻ പറയുന്നത്, നമുക്കൊരു ശരീരമുണ്ടെന്നും നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെന്നും നമുക്ക് വീടുണ്ടെന്നും നമുക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ടെന്നും ഒക്കെ കർത്താവിനറിയാം. അത് ചെറിയ കാര്യമാണെന്ന് കർത്താവിനറിയാം. കർത്താവ് പറയുന്ന വലിയ കാര്യത്തിലേക്ക് നോക്കാനാണ്. ഈ ചെറിയ കാര്യം നീ നോക്കേണ്ട, അതുകൊണ്ട് അത് കാര്യമല്ലെന്നല്ല, അത് അവഗണിക്കണ്ട, അത് പരിഗണിച്ചാൽ മതി, മുൻഗണന കൊടുക്കണ്ട. കർത്താവ് സഹായിക്കട്ടെ. നീതീകരിക്കപ്പെട്ടാൽ വായിച്ചു പോകാം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. എവിടെ? കൃപാസനത്തിങ്കലേക്കുള്ള പ്രവേശനം. അപ്പച്ച പിതാവേ എന്ന് വിളിക്കാൻ കൃപാസനത്തിങ്കലേക്ക് അതിധൈര്യത്തോടെ. ഇതൊക്കെ പറഞ്ഞില്ലേ, നിങ്ങൾ ബൈബിൾ വായിക്കാത്തവരായതുകൊണ്ട്, റോമാലേഖനം വായിക്കാത്തവരായതുകൊണ്ട് എനിക്ക് വിശദീകരിക്കേണ്ടി വരും. ഹല്ലേലൂയ. സഭയിലെ പെനിയേൽ ദൈവസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ഏതാണെന്ന് പറയാമോ? പെനിയേൽ ദൈവസഭയിലെ
അല്ലെങ്കിൽ ദൈവസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. ഇവിടെ 3 മണിക്കൂർ സഭായോഗം ഉണ്ടെങ്കിൽ 2.5 മണിക്കൂർ ദൈവവചനം പ്രസംഗിക്കണം. അതാണ് ബൈബിളിൻ്റെ പ്രധാന ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തിനും നമ്മൾ കൂടി വന്നത്. സഭായോഗം എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രമല്ല, ഇവിടെ വെള്ളിയാഴ്ചത്തെ സഭായോഗമുണ്ട്. സഭ കൂടി വരുന്നതല്ല, സഭായോഗമാണ്. ചൊവ്വാഴ്ച സഭായോഗമുണ്ട്, സഭയുടെ കൂടി വരുന്നുണ്ട്, അത് സഭായോഗമാണ്. ഉപേക്ഷിച്ചോ? അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, നിങ്ങൾക്ക് അറിയത്തില്ല. സഭായോഗം ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടി വരുമ്പോൾ കുറച്ച് ഉത്തരവാദിത്തത്തോടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സഭായോഗത്തിൽ കർത്തൃമേശ കൊണ്ട് എടുക്കുന്നതേ ഉള്ളൂ. കൂടി വരുമ്പോൾ എല്ലാ കർത്തൃമേശ കഴിക്കാം. പക്ഷെ അതൊരു പല ദൈവപരിജ്ഞാനത്തിന് വിരോധമായിട്ട് പലതും ചെയ്യുന്നു നടന്നു വന്നതുകൊണ്ട് സഭായോഗത്തിന് വിശുദ്ധ ദിവസം മാത്രമാണ് കർത്തൃമേശ നമ്മൾ എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പോകുന്നു, എനിക്കത് പോകാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അതുപോലെ വചനത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ പോകേണ്ട കാര്യമില്ല. കൃപാസനത്തിലേക്ക് അതിധൈര്യത്തോടെ ചെല്ലാം. നമ്മുടെ പ്രശ്നം പിശാചിന് ഇടം കൊടുക്കുന്നതാണ്. പിശാചിന് ഇടം കൊടുക്കുന്ന എന്താ? കോപമാണ്. കോപം ഒരു മനുഷ്യന്റെ കോപിച്ചാൽ പാപം ചെയ്യും. അപ്പൊ കോപം വന്നാൽ പാപം ചെയ്യരുത്. എന്താ കുഴപ്പം? എഫെസ്യ ലേഖനത്തിൽ നിങ്ങൾ വായിച്ചാൽ മതി. പിശാചിനെ ഇടം കെട്ടും. അവിടെ ഒരു ഇംഗ്ലീഷിലെ മൂലഭാഷയിലൊക്കെ പറഞ്ഞിരിക്കുന്ന എന്തുകൊണ്ടോ, ഒരു ഹോള്, ഒരു ചെറിയ സുഷിരം പിശാചിന് കയറാൻ കിട്ടും. കോപമുള്ള ഒരു വ്യക്തി, കോപം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം എന്തെങ്കിലും ഒന്ന് വന്നപ്പോൾ നിങ്ങളോട് ഞാനിപ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു, അതല്ല കോപം. കോപം എന്ന് ബൈബിൾ പറയുന്നത് ക്രോധമാണ്. ക്രോധം എന്ന് പറയുന്നത് ഇന്ന് ഞാനത് മനസ്സിൽ വെച്ചു, മനസ്സിൽ വെച്ച് നാളത്തേക്ക് സൂക്ഷിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് നേരെ ക്രോധമായി മാറി. അത് പറഞ്ഞു തീർത്തില്ല. അതിൻ്റെ ഉള്ളിൽ കയ്പ് കയറി, അതിൻ്റെ ഉള്ളിൽ വൈരാഗ്യം വന്നു. അവൻ കൊലപാതകിയാണ്, അറിയാമോ? ആ മനുഷ്യൻ ആരെയും കൊന്നില്ല. ആ മനുഷ്യൻ നിരന്തരം അവൻ്റെ മനസ്സുകൊണ്ട് കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിശാചിന് ഇടം കിട്ടി, പിശാച് അകത്ത് കയറി. കർത്താവ് എൻ്റെ ഈ പുറമേയുള്ള വെള്ളമെടുപ്പും എൻ്റെ ക്ലീൻ ഷേവ് ആണോ നോക്കുന്നത്? ബൈബിളല്ലേ പ്രസംഗിക്കുന്നത്? അകത്ത് ക്രോധം കലക്കി കുടിച്ചിരിക്കുകയാണെങ്കിലോ ഞാൻ കൊലപാതകയാണ്. എൻ്റെ അകത്ത് ആധിപത്യം പുലർത്തുന്നത് സാത്താന്യ ശക്തിയാണ്. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കൃപാസനത്തിങ്കിലേക്ക് പ്രവേശനം. ഞാൻ വളരെ ദീർഘിപ്പിച്ചു പോകുന്നു. കൃപാസനത്തിങ്കിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. എന്നിട്ട് ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇപ്പം നമ്മുടെ സന്തോഷം എന്താ? ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവ സഹായിച്ചാൽ കർത്താവിൻ്റെ സമയത്ത് ആലപ്പുഴ പട്ടണത്തിൽ താഴത്ത് നമുക്ക് കൂടി വരാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു ചെറിയ ഹോള് ഒന്ന് പണിയണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സമയത്ത് ദൈവഹിത പ്രകാരം മാത്രം നടക്കട്ടെ, എൻ്റെ ഇഷ്ടപ്രകാരമല്ല, ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം 3 AC ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ചൂടാം. 8 ഫാനോ മറ്റോ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ചൂടാം. ഇപ്പം കറണ്ട് കൂടെ പോയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം നിങ്ങളെല്ലാവരും വിശ്രമിച്ച് കാറ്റും കൊണ്ട് AC മുൻപിലിരിക്കുക. ഞാനോ ഇവിടെ ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെക്കാൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാൾ അല്പം പ്രായം കൂടുതലുള്ള ആൾ ഞാൻ തന്നെയാണ്. പിന്നെ സഹോദരി മേയുണ്ട്, സോറി ഭാവങ്ങളും ആറ്റിയുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കണ്ടില്ല, അവരുടെ മറകൾ കാണാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഈ നമ്മുടെ ആരോഗ്യമല്ല പ്രശ്നം. എന്താണെന്നറിയാമോ? ഓരോ ദിവസവും ഞാൻ രോഗിയാകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എൻ്റെ അകത്തെ മനുഷ്യനെ
ഞാൻ തളർത്തുന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ കുട്ടനാട് കാണാൻ വേണ്ടിയിട്ടൊരു ഹൗസ് ബോട്ടിൽ നിങ്ങളെല്ലാവരും കൂടെ കയറി പോവുക. ഉടനെ നല്ല പക്ഷി സങ്കേതമൊക്കെ കാണുന്നു. നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ഇരിക്കുന്നത്? പക്ഷികളൊക്കെ നല്ല മഞ്ഞ ചുമന്ന നിറമുള്ള പക്ഷികളൊക്കെ പറക്കുന്നു. നിങ്ങൾ ആ മൂലയ്ക്ക് മറി ആരും കാണാതെ പാത്തങ്ങിരിക്കുമോ? കണ്ണൊക്കെ വെച്ചുകൊണ്ടേയിരിക്കുമോ? അയ്യോ മുട്ടുവേദനയാണ്, തടിവേദനയാണ്. എൻ്റെ പൊന്നച്ച, ഇവിടുന്ന് ഏത് കോടമ്പാക്കത്തും പോയി കളയും. ഇവിടെ ദൈവാലയത്തിൽ വരുമ്പോൾ അനങ്ങാൻ വയ്യ, ഇത് സഹിക്കാൻ വയ്യ. ഏത് മറ്റു വിധത്തിലുള്ള കാര്യങ്ങൾക്കും എന്താണ് കാര്യം അറിയാമോ? നമ്മുടെ അകത്തെ മനുഷ്യൻ ഇവിടെ ചത്തുകിടക്കുക. പുറത്തെ മനുഷ്യന്റെ പ്രശ്നമാണ് നമുക്ക് വലുത്. നമ്മുടെ ഒരു കൂട്ടം കൂടാൻ വന്നിരിക്കുകയല്ലേ ഇത് സഭായോഗമാണ്. ഇവിടെ വചനത്തിന്റെ മുമ്പിൽ ശ്രദ്ധയുള്ളവരാണ് നമ്മൾ. വചനത്തിന് ശ്രദ്ധ കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത്? കൃപാസനത്തിലേക്ക് അതിധൈര്യത്തോടുകൂടെ നമുക്കൊരു പ്രവേശനം കിട്ടും. കർത്താവിൻ്റെ കൃപയ്ക്കകത്തേക്ക് നമ്മൾ കേൾക്കുകയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കും. ഇവിടെ സന്തോഷമുണ്ടാകും. എന്താണ്? ഇവിടെ വന്നിരിക്കുന്ന ആളാരാണെന്നറിയാമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല. ദൈവ തേജസ് ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. ഇതിനകത്ത് സന്തോഷിക്കും, പ്രശംസിക്കും. എന്താ സാധിക്കാത്തത്? എന്താ സാധിക്കാത്തത്? കണ്ണു തുറന്നിട്ടില്ല, നീതീകരിക്കപ്പെട്ടെന്നതിൻ്റെ ഉറപ്പില്ല. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കാൻ കഴിയണം നമുക്ക്. ഇവിടെ ഇരിക്കുന്നത് പത്രോസിനോട് ചോദിക്കണം, യാക്കോബിനോട് ചോദിക്കണം. നാഥ, ഇവിടെ ഇരിക്കുന്ന നല്ലത്. കാര്യം മനസ്സിലാകാൻ പറയുക. യേശുവിന്റെ തേജസ് കണ്ട പത്രോസ് പറയുക, ഈ മലയിലിരിക്കുന്നത് നല്ലത് അല്ല. അതൊക്കെ നമ്മൾ ചിന്തിക്കും. ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്ന ദിവസം വരെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നീതീകരണത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല. അടുത്തത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും. ദൈവദേശത്തിൻ്റെ പ്രത്യാശ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല. കേട്ടോ, എവിടെ പറഞ്ഞ ഇപ്പം വായിച്ച ഭാഗം പറഞ്ഞേ. അത് തന്നെയല്ല. പുറകിരിക്കുന്നവരാണെങ്കിലും ആ ബൈബിൾ വാക്യം ഒന്ന് വായിച്ചേ. പുറകിരിക്കുന്നവർ ആരെങ്കിലും ഇപ്പൊ പറഞ്ഞ വാക്യത്തിന് താഴത്തിൽ വാക്യം ഒന്ന് വായിച്ചേ. അത് തന്നെയല്ല, പിന്നെന്താ? കേട്ടോ, ഹല്ലേലൂയ. കഷ്ടതയുണ്ടെന്ന്. ആഹാ, നീതീകരിക്കപ്പെട്ടതാണോ? നിനക്ക് കഷ്ടത ഉണ്ട്. കഷ്ടത എന്തിനാ? സഹിഷ്ണുത വരുത്തും, സഹനമുണ്ടാക്കും. സഹിഷ്ണുത സിദ്ധത വരുത്തും. സിദ്ധത പ്രത്യാശയെ ഉളവാക്കും. എന്നിട്ട് പ്രത്യാശയുളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ സജന്റെ ഒരു സഹോദരി കുടുംബം ഒരു മകൻ്റെ വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ട് കടവും വിലയൊക്കെ മേടിച്ച് ഒരു ഏജന്റിന്റെ കയ്യിൽ ഇച്ചിരി പൈസ കൊടുത്തു. ദൈവവേലക്കാരൻ മേടിച്ച കഷ്ടപ്പാടുകളെ പഠിപ്പിച്ച പാടെന്താണെന്ന് അവർക്കറിയാം. കൊടുത്തു. ഇപ്പൊ പൈസ കൊടുത്തവൻ അത് കിട്ടുന്നവരെ കാത്തിരിക്കണമെന്ന് പറയുക. അപ്പോൾ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ട് അപ്പുറത്തത് കഴിഞ്ഞിട്ടും പ്രശ്നം സങ്കീർണമാണ്. നിങ്ങൾക്കറിയാമോ, എൻ്റെ മക്കൾ പഠിച്ചിട്ട് വന്നു. പഠിച്ചിട്ട് വന്നപ്പോൾ ഒരു പ്രവാചകൻ പാസ്റ്റർ നമ്മുടെ സഭയ്ക്കകത്ത് വന്നു. വന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മക്കൾക്ക് ജോലി വിദേശത്ത്, ഞാൻ വിദേശത്തുനിന്ന് വന്നതാണ്, ഇപ്പം തൽക്കാലം ഇത്ര രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ പൈസ 4 പേര് കൂടെ പൈസ കൊടുത്തു. അദ്ദേഹം അന്ന് സഭയിൽ വചന ശുശ്രൂഷിച്ചു. അദ്ദേഹം വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം വന്ന് പ്രവചിച്ചു. ദൈവമക്കളങ്ങ് കയ്യടി തുടങ്ങി. അവിടുന്ന് വന്നിട്ട് അദ്ദേഹം 2 പേരുടെ തലയെ കരിച്ച് പ്രവചിച്ചു. അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റേ, എൻ്റെ ജീവിതം മുഴുവനും ദൈവം കണ്ടു. എൻ്റെ ജീവിതം മുഴുവനും ദൈവം കണ്ടു. എന്നോട് കൃത്യമായി പ്രവചിച്ചെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഇവിടെ വന്ന് പലരെ പറ്റിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഈ പൈസയും മേടിച്ചുകൊണ്ട് അദ്ദേഹം പോയിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഇയാൾ വെട്ടിയിൽ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെല്ലേണ്ടി വന്നു. ഈ മഹാ തട്ടിപ്പുകാരൻ പ്രവചിച്ച എന്ത് പ്രവചനമായിരുന്നു? ഇത് എങ്ങനെ തിരിച്ചറിയും? അന്ന് എനിക്ക് എന്നെ വിവേചിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഞാൻ പറയുക.
ഈ പാവപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ പൈസ കൊടുത്തു. ഇപ്പം അവൻ വെട്ടിച്ചു. ഞാൻ പറയുന്ന ദൈവമക്കളാകുന്ന നമുക്ക് കഷ്ടത ഉണ്ട്. കഷ്ടത സഹിഷ്ണുതയെ പഠിപ്പിക്കും. സഹിഷ്ണുത നമ്മളെ സിദ്ധന്മാരാക്കി നമ്മളെ തീർക്കും. അവിടെ നിന്ന് നമ്മളെ പ്രത്യാശയിലേക്ക് നടത്തും. എന്നിട്ടാണ് കഷ്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങുന്നത്. കഷ്ടങ്ങൾ വരുമ്പോൾ സന്തോഷമുണ്ടോ? ഇല്ലെങ്കിൽ അതാണ് നീതീകരണം കിട്ടാത്ത. നീതീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കഷ്ടത സഹിക്കാൻ പറ്റത്തില്ല. കഷ്ടത വേണ്ടേ 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 എന്ന് പറയും. കഷ്ടതയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നല്ലപോലെ എന്നോട് ചേർന്ന് അവിടെയുള്ളവരെല്ലാവരും പാടുന്നുണ്ട്. ഞാൻ ആളെ നിങ്ങൾ ചോദിക്കരുത്, ദയവായിട്ട് പറയുന്നില്ല. പാടിക്കൊണ്ടിരിക്കുന്ന നല്ല പാടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ പാട്ട് പാടി, കഷ്ടതയുടെ കയ്പു നീരിപ്പാത്രവും അങ്ങു എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. പെട്ടെന്ന് ദൈവാത്മാ പറഞ്ഞു, ഒന്ന് കണ്ണു തുറക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പം ആ കുടുംബത്തിൻ്റെ നാഥൻ. എനിക്ക് തോന്നി, അതെന്താ അങ്ങനെ ഇരിക്കുന്നേ? മറ്റല്ല പാട്ടിൻ്റെ വരികൾ പാടുന്നുണ്ട്. പാട്, ഈ കഷ്ടതയുടെ കയ്പുതിരിപ്പാത്രം കർത്താവിൻ്റെ കരങ്ങൾ കുടിപ്പാൻ തന്നാൽ ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ എന്നുള്ള ആ വരികൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സമർപ്പണത്തിൻ്റെ സമയത്ത് പാടില്ല. ഞാൻ വിചാരിച്ച നിങ്ങൾ ക്ഷീണം കൊണ്ടോ അബദ്ധവശാലോ ആയിരിക്കാം. ഞാൻ ഈ പാട്ട് രണ്ടാമത് ഈ വരി പാട്ട് പാടി തീർന്നിട്ട് ഈ വരി പിന്നെയും പാടി. എനിക്കൊന്ന് ഉറപ്പാക്കണമല്ലോ, വിവേചിച്ചിട്ട് തെറ്റിപ്പോരുതല്ലോ. രണ്ടാമത് പാടിയപ്പോഴും ഈ വരി വന്നപ്പോൾ അദ്ദേഹം, ഈ നാട്ടുകാരല്ല ഞാനത് പാടത്തില്ല. കഷ്ടതയുടെ കയ്പിൻ പാത്രം എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ കുടിപ്പാൻ തരുമെന്നോ? ഇത് ഏത് സുവിശേഷമാണിത്? ഏത് സുവിശേഷമാണിത്? ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ എന്നെ കൊണ്ട് മനസ്സില്ല. എൻ്റെ ദൈവത്തിൻ്റെ കഷ്ടത എനിക്ക് വേണ്ട. എൻ്റെ ദൈവം തരുന്ന സുഖങ്ങളും സന്തോഷങ്ങളും എനിക്ക് മതി. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വ്യക്തി. അന്ന് ഞാൻ മനസ്സിലാക്കി ഈ ആ മനുഷ്യൻ്റെ ഹൃദയം എന്താണ്, ദൈവാത്മാവ്. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല, അംഗീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെയാണോ? നിങ്ങൾ കേൾക്കുന്ന മെസ്സേജുകൾ എങ്ങനത്തതാണ്? നീതീകരിക്കപ്പെട്ടവന് കഷ്ടതയുണ്ടോ? രക്ഷിക്കപ്പെട്ടവന് കഷ്ടതയുണ്ടോ? താഴ്ച വരുമോ? നഷ്ടങ്ങൾ വരുമോ? പക്ഷേ കഷ്ടത സഹിഷ്ണുതയുണ്ടാക്കും. സഹിഷ്ണുത സിദ്ധതയുണ്ടാക്കും. സിദ്ധത പ്രത്യാശയുളവാക്കും എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഇച്ചിരിയെങ്കിലും ഒന്ന് വായിച്ച് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. എന്നിട്ട് വയ്യ, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. കഷ്ടത മാറിപ്പോവും, ദാരിദ്ര്യം മാറിപ്പോവും, ദുഃഖങ്ങൾ മാറിപ്പോവും. പക്ഷേ അത് പ്രത്യാശ ഉളവാക്കും. അത് ഭംഗം വരാത്തതാണ്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രൈസലോ. പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? ഹലോ, ഇവിടെ നിങ്ങൾ ഹൃദയപൂർവ്വം ദൈവസ്ഥനിലേക്ക്, എനിക്ക് നിങ്ങൾ വരുന്നതിനകത്ത് സന്തോഷമാണ്. നിങ്ങൾ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ പതിയെ ഗെറ്റ് ഔട്ട് അടിക്കും. വചനത്തിന് മുമ്പിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനകത്ത് പ്രതികരിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. പ്രത്യാശ എന്ന ഭംഗം വരാത്ത പ്രത്യാശ. പ്രതീക്ഷയ്ക്ക് ഭംഗം വരും, പ്രതീക്ഷകൾക്ക് ഭംഗം വരും. എന്താ പ്രത്യാശ? എന്താ പ്രത്യാശ? കാണുന്ന പ്രത്യാശയോ? പ്രത്യാശയല്ല. നാം ഇതിനെ കാണുന്നതിനായിട്ടാണ് പ്രത്യാശിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. കാണാത്തതിനായിട്ടാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. എന്താ കാണാത്തതായി പ്രത്യാശിക്കുന്നത്? നമ്മൾ പ്രത്യാശിക്കുന്ന കാണാത്തത് എന്താ? ഹല്ലേലൂയ. ഒരു വാക്യം ഒന്ന് വായിച്ചേ മോളെ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ നിരങ്ങുന്നു.
പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിനും? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നമ്മൾ കാണാത്തതിനായിട്ടാണ് പ്രത്യാശിക്കുന്നത്. എന്താണ് കാണാത്തതിന്റെ പ്രത്യാശ? ആത്മാവാകുന്ന ആദ്യദാനം നീതീകരണത്തോടെ ലഭിച്ച നമ്മൾ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരക്കുന്നതാണ് നമ്മുടെ പ്രത്യാശ. എന്നെ എന്നെന്റെ കർത്താവ് വന്ന് ചേർത്തുകൊള്ളും. ഇതാണ് യഥാർത്ഥ പ്രത്യാശ. അല്ലാത്ത ഇവിടെ കിട്ടുന്ന കാര്യത്തിനൊന്നും പ്രത്യാശയൊന്നും വേണ്ട, അത് പ്രതീക്ഷിച്ചാൽ മതി. അതല്ല ബൈബിൾ പറയുന്ന ഹോപ്പ് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ഈ വചനത്തിലേക്ക് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. എന്നിട്ട് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവനാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഒന്ന് നിങ്ങൾ ഈ വചനം നിങ്ങളെന്ന് ശ്രദ്ധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നീതീകരിക്കപ്പെട്ടവൻ്റെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നത് അഗാപ്പേ സ്നേഹമാണ്. എങ്ങനെ? പരിശുദ്ധയാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് ഒരാളിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ കല്യാണത്തിനോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവർ വിടത്തില്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഒരിടത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അങ്കിളെ അവിടെ കൂടെ വന്നിട്ട് പോവാം, അങ്കിളെ ഇവിടെ കൂടെ വന്നിട്ട് പോവാം, അങ്കിളെ ഇപ്പോഴേ പോകണ്ട അങ്കിളെ എന്നൊക്കെ. എന്താ, ഞങ്ങൾ കൂട്ടക്കാരാ, ബന്ധുക്കളാണ്. ഇത് നമ്മുടെ സ്വന്തം കുടുംബമാണ്, ഒറ്റ കുടുംബമാണ്. ഇവിടെ കാണാത്തവർ ആരുണ്ടായിരുന്നു ആരില്ലായിരുന്നു പ്രശ്നമില്ല. ആശീർവാദം പറഞ്ഞ് ആമേൻ പറയുന്നു. നിങ്ങൾക്ക് നീതീകരിക്കപ്പെട്ടെന്ന് തെളിയിക്കാമോ? കഴിഞ്ഞ ആഴ്ചയിൽ ഈ കുടുംബത്തിലെ എത്ര കുടുംബങ്ങൾ കണ്ണുനീരിലായിരുന്നു. നമ്മുടെ കുഞ്ഞ് അബിക്ക് ഒരു ചെറിയ പ്രയാസം ഉണ്ടായി, ഞാൻ പറഞ്ഞല്ലോ. ആ കുടുംബത്തിൽ എത്ര പേര് എന്ന് അവരുടെ കണ്ണുനീർ തുടച്ചു, അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. ഞങ്ങളൊക്കെ പെന്തക്കോസിന്റെ അങ്ങ് ഉച്ചകോടിയിൽ നിൽക്കുന്നതല്ലേ. ഹല്ലേലൂയ. അവരുടെ വേദന അറിയാൻ, ദുഃഖമറിയാൻ പരിശുദ്ധാത്മാവ് തരുന്നറിയാമോ? നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹം അങ്ങ് ഒഴുക്കിത്തരും. അഗപ്പെ സ്നേഹം പകരുന്നത് പരിശുദ്ധാത്മാവിന്റെ ജോലി. അത് വേണ്ട. അന്യഭാഷ പറയും, പിന്നെ പകയാണ്, പിന്നെ വിദ്വേഷമാണ്, പിന്നെ കയ്പാണ്. അത് ഏത് പരിശുദ്ധാത്മാവാണ്? അല്ലെ, എനിക്ക് അത്ര മനസ്സിലാകാത്തോണ്ട് ഞാൻ ചോദിക്കുക, അത് ഏത് പരിശുദ്ധാത്മാവ്? ചിരിപ്പിക്കാൻ കഴിയാത്ത ആത്മാവ് ഏതാത്മാവാണ്? സഹോദരനോട് ഹൃദയപൂർവ്വം പങ്കിടാൻ കഴിയാത്ത, അവൻ്റെ കുറ്റം ക്ഷമിച്ചു കൊടുക്കാത്ത ആത്മാവ് ഏതാത്മാവാണ്? ദൈവത്തിന് മക്കളെ, നമുക്കൊന്നും മടങ്ങി വന്നാൽ ഇന്ന് നമ്മളെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹമാണ് നിറച്ചിരിക്കുന്നത്. ഇന്ന് വിടുന്ന് പോകുന്നവർ എനിക്ക് ദൈവസ്നേഹമുണ്ടെന്ന് തെളിയിച്ചിട്ടേ പോകാവൂ. എനിക്ക് ദൈവസ്നേഹമുണ്ടെന്ന് തെളിയിച്ചിട്ടേ പോകാവൂ. അത് ഒഴുകണം നമ്മളിലൂടെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പെട്ടെന്ന് അതിൻ്റെ 6-ാം വാക്യം കൂടി ഞാൻ വായിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ 9-ാമത്തെ വാക്യം, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നീതീകരിക്കപ്പെട്ടാൽ ദൈവകോപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടുന്ന, എങ്ങനെ? ആ രക്തത്തിൻ്റെ ആ നദിക്കകത്തേക്ക് നമ്മൾ അങ്ങ് ഇറങ്ങുക. നമ്മൾ നീതീകരിക്കപ്പെട്ട എങ്ങനെ? യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. ഇപ്പം ആ രക്തത്തിനകത്ത് നമ്മളെ കുളിക്കൂ. നമ്മൾ പാട്ട് പാടും, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഹല്ലേലൂയ. ആ രക്തം നദിക്കകത്താണ് ഇതിൻ്റെ ജീവിതം. കഴുകപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് ഓരോ ചെറിയ തെറ്റുകളും ആ രക്തത്തിനകത്ത് ഞാൻ കഴുകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടുന്ന് കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവത്തിൻ്റെ കോപം എന്നറിയാവോ? ദൈവത്തിൻ്റെ കോപം പാപത്തെ സഹിക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. പാപിയെ സ്നേഹിച്ചെന്നുള്ള സത്യമാണ്. പക്ഷെ ഇനി നമ്മളിലെ പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാണ്. എന്താണ് പാപം? സഹോദരനെ കൊന്നതാണ്.
കയ്യീൻ സ്വന്തം സഹോദരനെ കൊന്നതാണ് പാപം. നമ്മൾ കൊല്ലുമോ? നമ്മുടെ തൊണ്ട കർത്താവിനടുത്തേക്ക് ഒന്ന് കൊടുത്താൽ മതി, അതിനകത്തുനിന്ന് വരുന്ന അനലി വിഷത്തിൻ്റെ സ്മെല്ലാണ്, അനേകരെ കൊന്നതിൻ്റെ. ഞാൻ പറഞ്ഞത് വേദപുസ്തകം പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഓരോ പാപത്തിൻ്റെ ശിക്ഷയും കർത്താവിൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് ആ രക്തനദിക്കകത്തിറങ്ങി, കർത്താവേ എൻ്റെ കൈകളെ ഞാൻ സമർപ്പിക്കുന്നു, ഇനി എനിക്ക് പാപത്തോട് വിട്ടുവീഴ്ചയില്ല. രക്ഷിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ഇത് ഞാൻ ദൈവസ്ഥാനത്ത് ഇപ്പം എനിക്ക് ഇപ്പം വിവരിക്കാനായിട്ട് എൻ്റെ സമയമില്ല. ഒറ്റ വാക്കിൽ തുടങ്ങുന്നത്, കോപത്തിൽ രക്ഷിക്കപ്പെടുന്ന എങ്ങനെയാമോ? നിങ്ങൾ എന്തെല്ലാം ചെയ്യത്തില്ലെന്ന് തീരുമാനിച്ചാലും ഇന്നു മുതൽ ഞാൻ ആരോടും പിണങ്ങത്തില്ല, ഇന്ന് മുതൽ ഞാൻ ആ പാപം ചെയ്യത്തില്ല. തീരുമാനമെടുത്ത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയം അതിനുവേണ്ടി കുറിക്കും. കാരണം നിന്റെ തീരുമാനം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നീതീകരിക്കപ്പെട്ടവൻ എന്ത് ചെയ്യാമോ? ആ കാൽവരി കുരിശിലേക്ക് അവൻ സ്വയം മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. പാപത്തെ വെറുക്കുന്ന കാണുന്നല്ലോ. പാപത്തോട് നമുക്കൊരു അവേർഷൻ ഉണ്ടാകണം. എങ്ങനെ പാപത്തെ വെറുക്കുന്നെന്ന് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്? എങ്ങനെ പാപത്തെ വെറുക്കാൻ ആർക്കും പറ്റത്തില്ല. പാപത്തിന് മരിക്കണം. കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണമെങ്കിൽ ഞാൻ യേശുവിൻ്റെ കൂടെ ക്രൂശിൽ കയറണം. ലോകത്തെ വെറുക്കണം എന്ന് വെച്ചാൽ ലോകത്തിന് മരിക്കണം. ഹലോ, ക്രൂശ് കൊണ്ട് നടപ്പുണ്ടോ? ക്രൂശുണ്ടോ? ക്രൂശ് എടുത്തിട്ടുണ്ടോ? ലോകത്തിന് നീ മരിക്കണം. നീ ലോകത്തിന്, ലോകം നിനക്ക്, നിന്റെ മുമ്പിൽ ലോകവും മരിച്ചു കിടക്കുന്നു. നീ ലോകത്തിന്. ഗലാത്യർ 6:14. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. 6-ാം അധ്യായത്തിൽ പഠിക്കാൻ പോകുന്ന ഇതാ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടാണല്ലോ. ഓരോ ദിവസവും നീ ക്രൂശിലേക്ക് കയറും. നീ എവിടെ മരിക്കും. നിനക്ക് പിന്നെ നിന്റെ സഹോദരന്റെ നേരെ ഒരു കൈപ്പുള്ള വാക്കൊരു ചിന്ത വരാൻ ദൈവം അനുവദിക്കത്തില്ല. ആരാണ് ആ മനുഷ്യൻ? ഇപ്പം ഞാൻ പറയുന്നത്, എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അറിവുണ്ടെന്ന് വിചാരിച്ചോ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് അഭിപ്രായം പറയുന്നുണ്ടാകാം, തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടാകാം. എന്നെ വെറുക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. വെറുപ്പുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളെയായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഞാൻ നിങ്ങളെയായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അറിഞ്ഞാൽ നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ മനുഷ്യൻ്റെ അടിമയല്ല, ഞാൻ മനുഷ്യൻ്റെ ദാസനാണ്. ദാസനും അടിമയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ മനുഷ്യൻ്റെ ദാസനാണ്, പക്ഷെ മനുഷ്യരുടെ അടിമയല്ലയാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് അടിമയാണ്, മനുഷ്യരുടെ ദാസനാണ്. കാല് കഴുകാൻ അവനൊരു ദുഃഖമുണ്ടെങ്കിൽ, അവർക്കൊരു ദുഃഖമുണ്ടെങ്കിൽ അവരുടെ ദുഃഖത്തിന് പരിഹാരം വരുത്താൻ വേണ്ടിയിട്ട് എന്നെ ആവോളം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിമിതികളുണ്ട്. ഞാൻ ചെയ്യും. ഹല്ലേലൂയ. കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണം. ഓരോ ദിവസവും നിന്റെ മൈൻഡ് പുറത്തേക്ക് കൊണ്ടുവരും പിശാച്. ഹല്ലേലൂയ. അതൊന്നും പറഞ്ഞില്ല. ഞാൻ ഇപ്പോൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ ഈ 5-ന്റെ ബാക്കി ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നിങ്ങൾ മരിച്ചോ? പൗലോസ് പറയുക, ഞാൻ മരിച്ചു, ഞാൻ യേശുവിനോട് ക്രൂശിക്കപ്പെട്ടു. ഹലോ, നിങ്ങളുടെ കൈയുടെ നോക്കി ആണിയുണ്ടോ? നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കിയാൽ യുദ്ധകളത്തിൽ പിശാച് വന്ന് യുദ്ധം ചെയ്ത് നിങ്ങളെ തോൽപ്പിക്കുന്നുണ്ടോ? പിശാച് യുദ്ധം ചെയ്യുന്നവിടെ നിന്റെ സഹോദരനോടൊരു ഈർഷ്യയുണ്ടാക്കി. ഒരു വാക്ക് കേട്ടപ്പോൾ നിന്റെ ഉള്ളിലൊരു കയ്പ് വന്നു. പിശാചിന്റെ യുദ്ധത്തിൽ നീ തോറ്റു. പിന്നെ നീ കാണിക്കുന്ന പ്രഹസനമാണ്. പിന്നെ നീ കാണിക്കുന്നത് മുഴുവനും സിനിമ പാട്ട് പാടുന്നു പോലെ. ഇവിടെ ഇരുന്ന് പാട്ട് പാടുന്നതൊക്കെ സിനിമ പാട്ട് പാടുന്നു പോലെ. എന്താ കാരണം? അകത്ത് സഹോദരനോട് കയ്പ് വെച്ചുകൊണ്ടിരുന്നിട്ട് പട്ടണം പണിയാകണം. സഹോദരനെ കൊന്നിട്ട് പോയി കയ്യിൽ പട്ടണം പണിതു. ഓരോ മനുഷ്യനോട്, അയൽപക്കത്തുകാരനോട്, പെന്തക്കോസ്തിൽ വന്നവരുടെ അനുഭവങ്ങൾ കണ്ടതും കേട്ടതുമുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനായ ഞാൻ പരിശുദ്ധാത്മാവെന്നാൽ അന്യഭാഷ പറഞ്ഞിട്ട് സ്വന്തം അമ്മയ്ക്ക് ഒരു നല്ലതുപോലെ ഇച്ചിരി ഭക്ഷണം കൊടുക്കാത്ത മക്കളെ, മരുമക്കളെ എനിക്കറിയാം. അന്യഭാഷ എന്ന് പറഞ്ഞ ഭയങ്കര
അത്ഭുത കൃപാവരങ്ങളാണ്. അതേതാണത്? പിശാചിന്റെ അടിമത്വത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, പിശാചിന്റെ അടിമയായിരിക്കുന്ന ഒരു സഹോദരൻ സഹോദരി, എന്നിട്ട് ഈ പുറമെ ഈ ബൈബിൾ പ്രസംഗിക്കാൻ, ഇത് പഠിച്ച് പ്രസംഗിക്കാം, ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ജീവനായി തീരണമെങ്കിൽ ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകണം. ഞാൻ പറഞ്ഞ വാക്കുകളെ ഇപ്പം നിർത്തുക. ഹല്ലേലൂയ. നീതീകരിക്കപ്പെട്ടാൽ ഇവിടെ ഒരു 10 ഗുണങ്ങൾ ഞാനത് പിന്നെ വായിച്ച് നിങ്ങളിത് കേൾപ്പിക്കാം. ഒന്ന്, ദൈവസ്നേഹമുണ്ടാകും. കൃപയിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റും. ഒരു തെറ്റ് വന്നാൽ അപ്പം തന്നെ കരുണ കിട്ടും. അവിടെ അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല, കൈപ്പ് വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഹല്ലേലൂയ. കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. പിശാചിന്റെ പ്രവൃത്തിയിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കപ്പെടും. അതിനായിട്ട് നമ്മുടെ ദൈവകരങ്ങളെ കേൾപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം.